ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഇംഗ്ലീഷിന്റെ പുതിയ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ പോയം നോക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയാണ് ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ളത്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയമാണ് ദ റോഡ് നോട്ട് ടേക്കൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയാണ്. അതിന്റെ ടൈറ്റിലിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദ റോഡ് നോട്ട് ടേക്കൺ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെഡിങ് ആണ്. നോക്കിക്കേ, എന്താണ് ദ റോഡ് നോട്ട് ടേക്കൺ? ആരും സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ആരും തന്നെ പോവാത്ത ഒരു വഴി. അതാണ് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത്. ആ നമ്മുടെ പോയിറ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പോയിറ്റ് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പോയിറ്റ് ഒരു കാട്ടിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പോകുന്ന വഴി അദ്ദേഹം രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം ഏത് വഴി പോകണം എന്നുള്ളത് എന്ത് ചെയ്യാണ് നമുക്ക് പറഞ്ഞു തരാണ്. അതൊരു റോഡ് എന്നുള്ളതല്ല ഈ ഒരു പോയത്തിന്റെ മീനിങ്ങിൽ വരുന്നത്. ഇതിനൊരു ഇന്നർ മീനിങ് കൂടി ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എങ്ങനെ എടുക്കണം, നല്ല രീതിയിൽ നമ്മൾ അത് എങ്ങനെ ഉൾക്കൊള്ളണം, നമ്മളത് കൈക്കൊള്ളണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പോയം കൂടിയാണ് ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ളത്. നമുക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വരാറുണ്ട് അല്ലെ? ഒരു ഏത് കോഴ്സ് സ്വീകരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് ഏത് സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാണ്, അപ്പോഴത്തെ ആ ഒരു നിലപാട് നമ്മൾ എങ്ങനെ നന്നായിട്ട് കൈക്കൊള്ളണം എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ റോബർട്ട് ഫ്രോസ്റ്റ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് പോയത്തിലേക്ക് നോക്കാം. എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Two roads diverged in a yellow wood, and sorry, I could not travel both and be one traveler. Long I stood, I looked down one as far as I could, to where it went in the undergrowth. Two roads diverged in a yellow wood. ഒരു യെല്ലോ വുഡ് മീൻസ് ഫോറസ്റ്റ്, ഒരു മഞ്ഞ നിറത്തിലുള്ള ഫോറസ്റ്റ്. മഞ്ഞ നിറത്തിലുള്ള ഫോറസ്റ്റ് എന്ന് പറയുന്നത് മരങ്ങളുടെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലായി നിൽക്കുകയാണ്. പൊഴിയാനായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇലകളൊക്കെ മഞ്ഞ നിറമായി വരുന്നത്. അപ്പൊ ആ മഞ്ഞ നിറത്തിൽ ഇലകളായി നിൽക്കുന്ന ഒരു മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട്ടിൽ എന്ത് ചെയ്യാണ്, കാട്ടിലൂടെ അദ്ദേഹം പോവാണ്. ആ സമയത്ത് ആ വഴി ഡൈവേർജ്ഡ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ആൻഡ് സോറി, ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. അയ്യോ, എനിക്ക് കഴിയില്ലല്ലോ. ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്, ഈ രണ്ട് വഴിയിലും കൂടെ ഞാൻ എങ്ങനെ പോകും? ബി വൺ ട്രാവലർ, ഞാൻ ആകെ ഒരാളല്ലേ ഉള്ളൂ, ഞാൻ എങ്ങനെ എന്ത് ചെയ്യും, രണ്ട് വഴിയിലൂടെ ഞാൻ പോകും. Long I stood and looked down one as far as I could, to where it bent in the undergrowth. Long I stood, ഞാൻ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, ആ വഴി നീളെ ഞാൻ നോക്കി. I looked down one as far as I could, എനിക്ക് കഴിയുന്നതും അത്രയും ദൂരത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ആ വഴി അങ്ങോളം ഞാൻ നോക്കി നിന്നു. To where it bent in the undergrowth, അതെവിടെ നിന്നോ എന്ത് ചെയ്യാണ്, ഒരു ആഴത്തിലേക്ക് വളഞ്ഞു പോകുന്ന പോലെ, കാടിനുള്ളിലേക്ക് വളഞ്ഞങ്ങ് പോവാണ് ആ റോഡ്. എനിക്ക് അറിയുന്നില്ല അതെങ്ങോട്ടാണ് അത് പോയത് എന്നുള്ളത്. ആ വഴി അങ്ങനെ അങ്ങ് പോയി. Then took the other as just as fair, and having perhaps a better claim, because it was grassy and wanted wear, though as for that the passing there had warned them really about the same. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? Then took the other, ഒരു വഴിയെ അദ്ദേഹം എന്ത് ചെയ്തു, വേണ്ട എന്ന് തീരുമാനിച്ച് ജഡ്ജ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. Then സെക്കൻഡ് വഴി നോക്കുകയാണ്. Then took the other as just as fair, അതിന് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. And having perhaps a better claim, മറ്റേതിനേക്കാൾ, ഒന്നാമത്തെ വഴിയേക്കാൾ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഈ വഴിക്കുണ്ട്. എന്തൊക്കെയാണ്? ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി, ഗ്രാസി എന്നാണ് പറയുന്നത്, പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന, പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന വഴിയാണത്. ആൻഡ് വാണ്ടഡ് വെയർ, though as for that the passing there had warned them really about the same. അദ്ദേഹം പറയാണ്, ആ ഗ്രാസി, ആ പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന ആ വഴി എന്ത് ചെയ്യുന്നില്ല, ആൻഡ് വാണ്ടഡ് വെയർ, ആരും തന്നെ അതിലൂടെ പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ പുല്ല് അത്രയ്ക്കും പച്ചപ്പോടെ നിറഞ്ഞു നിൽക്കുകയാണ്. though as for that,
ഇനി ആ വഴി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടാൽ അത് തോന്നില്ല, അത്രയും മനോഹരമായ ഒരു വഴിയാണത്. ദ പാസിംഗ് ദ ഹാഡ് വോൺ ദം റിയലി അബൌട്ട് ദ സെയിം. അതുപോലെ അത് എന്ത് ചെയ്യുന്നുണ്ട്, തോന്നുന്നുണ്ട്, നല്ല വഴിയായിട്ട് തോന്നുന്നുണ്ട്. ആരെങ്കിലും ഇനി അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, അതിലൂടെ ആരെങ്കിലും പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ചവിട്ടി മെതിക്കാത്ത നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വഴിയാണ് അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇവിടെ നമുക്ക് റോഡിനെ പറ്റിയിട്ടല്ല പറഞ്ഞു തരുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസിനെ, ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എങ്ങനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ എന്തൊഴിവാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പോയാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. എല്ലാവരും പോകുന്ന വഴിയിൽ എന്ത് ചെയ്യരുത്, നമ്മളും പോവാൻ നിൽക്കരുത്. നമ്മൾ നല്ല രീതിയിൽ നല്ല ഡിസിഷൻ എടുത്തിട്ട് വേണം നമ്മൾ ആ വഴി സ്വീകരിക്കാൻ എന്നുള്ളതാണ് അവിടെ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. അതാണ് റോബർട്ട് ഫ്രോസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കിക്കേ. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലേ ഇൻ ലീവ്സ് നോ സ്റ്റെപ്സ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. ഓ I kept the first for another day, yet knowing how way leads on to way, I doubted if I should ever come back. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? And both that morning equally lay. അന്ന് എന്ത് ചെയ്യാണ്, ആ മോർണിംഗിൽ ഞാൻ ആ വഴി എന്ത് ചെയ്യാണ്, രണ്ടും അത് തുല്യമായിട്ട് കാണാണ്. ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. അവിടെ ആ ഒരു വഴിയിൽ എന്തില്ല, ഒരു ട്രോഡൻ ബ്ലാക്ക് എന്നാ പറയുന്നത്. അതായത് ആ വഴിയിൽ വീണ് കിടക്കുന്ന ഇലകളൊന്നും, അതായത് നല്ല വഴി എന്ന് പറഞ്ഞ സെക്കൻഡ് വഴിയെ, അപ്പൊ രണ്ടാമത്തെ വഴിയെ നല്ല വഴിയാണെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, ആ വഴിയിൽ വീണ് കിടക്കുന്ന ഇലകളൊന്നും, നോ സ്റ്റെപ്പ്, അതിലൊരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ചവിട്ടിയിട്ടില്ല. ഹാഡ് ട്രോഡൻ ബ്ലാക്ക്, ചവിട്ടി അതിന്റെ കളർ പോലും മാറിയിട്ടില്ല, കറുപ്പ് നിറം പോലും ആക്കിയിട്ടില്ല. ഓ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ. ഞാൻ ഈ വഴി തന്നെ സ്വീകരിക്കാം. ഞാൻ എന്ത് ചെയ്യാം, അനദർ ഡേ മറ്റൊരു ദിവസം ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് വഴി ഞാൻ സ്വീകരിക്കാം. ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ. Yet knowing how well leads on to way, I doubted if I should ever come back. ഒന്നാമത്തെ വഴി ഞാൻ എന്ത് ചെയ്യാം, പോവാൻ മറ്റൊരു ദിവസം ഞാൻ മാറ്റിവെക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരാളുടെ പ്രേരണയിൽ നാം എന്ത് ചെയ്യരുത്, വഴി തേടി പോവരുത്. നാം കണ്ടെത്തിയിട്ട് വേണം, നാം നല്ല വഴി ഏതാണ് എന്നുള്ളത് നാം കണ്ടെത്തണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോവേണ്ടത്. Yet knowing how way leads on to way. എന്നിരുന്നാലും ഈ വഴി എന്താണ്, ഈ വഴി മറ്റൊരാൾ പോയാലും എന്താണ്, ഈ വഴി നല്ലൊരു വഴിയായിട്ടാണ് കാണുന്നത്. സോ ഈ വഴിയിലൂടെ എന്ത് ചെയ്യാം, എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താം. Yet knowing how way leads on to way, I doubted if I should ever come back. ഈ വഴിയിലൂടെ പോയാൽ എനിക്ക് തിരിച്ചു വരാനാവില്ല, ഒന്നാമത്തെ വഴിയിലൂടെ പോയാല്. പക്ഷേ എനിക്ക് ഈ ഒരു പുതിയ വഴിയിലൂടെ പോയാൽ എനിക്ക് എന്തായാലും ഷുവർ ആണ് ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ദെൻ ലാസ്റ്റ് സ്റ്റാൻസയാണ് പറയുന്നത്. I shall be telling this with a sigh. Some were ages and ages hence. Two roads diverged in a wood, and I took the one less traveled by, and that has made all the difference. I shall be telling this with a sigh. Sigh means നെടുവീർപ്പിടുക. ഞാനൊരു നെടുവീർപ്പോടെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ആ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഓർക്കുകയാണ്. Some were ages and ages hence. ഒരുപാട് വർഷങ്ങൾ എന്ത് ചെയ്യാണ്, വർഷങ്ങൾ മുന്നേ കടന്നു പോയതാണ് ആ ഒരു കാര്യം. Two roads diverged in a wood. രണ്ട് വഴികൾ എന്ത് ചെയ്യാണ്, ആ കാടിനുള്ളിൽ വെച്ചിട്ട് അങ്ങ് പിരിഞ്ഞു ഒരു ഒറ്റ വഴി രണ്ടായിട്ട് പിരിഞ്ഞു പോവാണ്. Diverged in a wood, and I took the one less traveled by, and that has made all the difference. രണ്ട് വഴിയിൽ നിന്ന് ഞാൻ ഒന്ന് സ്വീകരിച്ചു, അല്ലെ? അങ്ങനെ എന്ത് ചെയ്യണം, നമ്മള് നല്ലത് ഏതാണ് എന്നുള്ളത് നമ്മള് തീരുമാനിച്ചുകൊണ്ട്, നമ്മൾ ഡിസിഷൻ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യണം. ആരും എടുക്കാത്ത ഒന്നിനെ വേണം നമ്മള്. I took the one less traveled by. ആരും അധികം യാത്ര ചെയ്യാത്ത ഒരു വഴിയെ നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. And that has made all the difference. അതാണ് എന്നിൽ എല്ലാ വ്യത്യാസവും
ഉണ്ടാക്കിയത് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്ത ആ രണ്ടാമത്തെ വഴിയിലൂടെയാണ് എനിക്ക് ഒരുപാട് ആ മാറ്റങ്ങൾ വന്നത്. എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. ഞാൻ ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷനോട് കൂടി നിന്നപ്പോൾ ഞാൻ ചിന്തിച്ച് ആ എന്ത് ചെയ്യാണ് വിവേകത്തോടു കൂടി പ്രവർത്തിച്ചതാണ് ആ ഒരു സമയം. അപ്പോൾ എനിക്ക് ഞാൻ പോയ ആ ഒരു വഴി, ആ ഗ്രാസി എന്ന് പറയുന്നുണ്ട്, ആ പച്ചപ്പ് നിറഞ്ഞ ആ വഴിയിലൂടെ ഞാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തി. ഞാൻ മറ്റൊരാളിൽ നിന്ന് എന്ത് ചെയ്യാണ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. ആ വഴി ഞാൻ എന്ത് ചെയ്യണം, എല്ലാവരും പോയ വഴിയെ സ്വീകരിക്കാതെ ഞാൻ എന്ത് ചെയ്യാണ് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് പുതിയൊരു വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റ് ആവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പോയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയാണ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു പോയാണ്. നന്നായിട്ട് എല്ലാവരും വായിച്ചു നോക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് മിസ്സാക്കി കളയാൻ നിൽക്കരുത്. നല്ലൊരു പോയമാണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ളത്.